ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഹഡിൽ ടെക്നോളജിയെ പറ്റിയിട്ടാണ്. ഹഡിൽ ടെക്നോളജി ഒരു സിമ്പിൾ ടോപ്പിക്കാണ്. അപ്പോൾ നമുക്ക് ഇന്ന് ഒട്ടും താമസിപ്പിക്കേണ്ട വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ എന്താണ് ഹഡിൽ ടെക്നോളജി? ഹഡിൽ ടെക്നോളജി ഈസ് ദ കമ്പൈൻഡ് യൂസ് ഓഫ് സെവറൽ പ്രിസർവേഷൻ മെത്തേഡ്സ് ടു മേക്ക് എ പ്രൊഡക്റ്റ് ഷെൽഫ് സ്റ്റേബിൾ ആൻഡ് ടു ഇംപ്രൂവ് ദ ക്വാളിറ്റി ആൻഡ് ടു പ്രൊവൈഡ് അഡീഷണൽ സേഫ്റ്റി. ഇതൊരു കമ്പൈൻഡ് ടെക്നിക്കാണ്. അതായത് കുറേ പ്രിസർവേഷൻ മെത്തേഡൊക്കെ കൂടെ കമ്പൈൻ ചെയ്തിട്ട് ഫുഡിനെ പ്രിസർവ് ചെയ്യുന്നു. അതിനെയാണ് ഹഡിൽ ടെക്നോളജി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് വേറൊരു പേരുണ്ട്. ഈസ് ആൾസോ നോൺ ആസ് കമ്പൈൻഡ് മെത്തേഡ് ടെക്നോളജി. അപ്പോൾ ഇതിന് നമ്മൾ പറയുന്നത് കമ്പൈൻഡ് മെത്തേഡ് ടെക്നോളജി, അതായത് ഒരു കോമ്പിനേഷൻ, അതായത് ഒരുപാട് ടെക്നിക്സ് പ്രിസർവേഷൻ മെത്തേഡ് കമ്പൈൻ ചെയ്തിട്ടാണ് ഈ ഒരു പ്രോസസ്സ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ആരാണ് ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? ലെയ്സ്നർ ഇൻ 1976. ഇയറൊക്കെ നോക്കുക. 1976 ലൈസ്നർ ആണ് ഈ ഒരു ഹഡിൽ എഫക്റ്റ്, ഒരു ടേം, ആ ഒരു ഹഡിൽ എന്ന് പറഞ്ഞിട്ട് ഒരു ഹഡിൽ എഫക്റ്റ് എന്നൊരു ടേം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ എന്തിനു വേണ്ടിയാണ് നമ്മൾ ഹഡിൽ ടെക്നോളജി യൂസ് ചെയ്യുന്നത്? ഇറ്റ്സ് എ നീഡ് ഫോർ ഹഡിൽ ടെക്നോളജി എന്താണെന്ന് നമുക്ക് നോക്കാം. ഇറ്റ്സ് എ കൺസ്യൂംസ് ആർ ഡിമാൻഡിങ് ഫോർ ഫ്രഷ്, നാച്ചുറൽ ആൻഡ് മിനിമലി പ്രോസസ്ഡ് ഫുഡ് പ്രൊഡക്ട്സ്. അത് നമുക്ക് അറിയാമല്ലേ, നമുക്ക് ഇപ്പോൾ ആർക്കായാലും എന്താ വേണ്ടത്? ഒരു ഫ്രഷ് പ്രൊഡക്ട്സ് ആയിരിക്കും, ഫ്രഷ് ഫുഡ് പ്രൊഡക്ട്സ് ആയിരിക്കും വേണ്ടത്. അപ്പോൾ നാച്ചുറൽ ആയിരിക്കുന്നതായിരിക്കും, ഓർഗാനിക് എന്നൊക്കെ ആയിരിക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു ഡിമാൻഡാണ് മെയിനായിട്ട് ഈ ഒരു ടെക്നോളജിക്ക് പിന്നിലുള്ളത്. ഈസ് എ ഓൺഗോയിങ് ട്രെൻഡ് എന്ന് പറയുന്നത് ഒരു റെഡി ടു ഈറ്റ് ഫുഡാണ് മെയിനായിട്ട് എന്ത് ചെയ്യുന്നത്, ആൾക്കാർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ന്യൂ ടെക്നോളജി എന്ത് ചെയ്തു? ഇങ്ങനെ ഒരു റെഡി ടു ഫുഡൊക്കെ എത്താൻ തുടങ്ങിയതിന് ശേഷം മൈക്രോവേവ് ഗ്രോത്ത് എമർജ് ഔട്ട് ചെയ്യാൻ തുടങ്ങി. ഈ ഒരു ഹഡിൽ ടെക്നോളജിയുടെ ആവശ്യകത അപ്പോൾ കൂടി. ഇതിനെയൊക്കെ നമുക്ക് മൈക്രോവേവ് ഗ്രോത്ത് വരാൻ പാടില്ല. നമുക്ക് ഒരു പ്രിസർവേഷൻ മെത്തേഡ് യൂസ് ചെയ്തിട്ട് മൈക്രോവേവ് ഗ്രോത്തിനെ ഇൻഹിബിറ്റ് ചെയ്യണം. അപ്പോൾ എന്തൊക്കെ ടെക്നോളജിയാണ് മെയിനായിട്ട് ഇതിന് ഉള്ളതെന്ന് നമുക്ക് നോക്കാം. നമ്മൾ ഓൾറെഡി നോക്കിയത് തന്നെയാണ്, ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നതേ. അതായത് പ്രിൻസിപ്പിൾസ് ഓഫ് ഹഡിൽ ടെക്നോളജി. മെയിനായിട്ട് ഇതിൻ്റെ പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് പ്രിസർവേറ്റീവ് ഫാക്ടേഴ്സ് ഓർ ഹഡിൽസ് ഡിസ്റ്റർബ് ദ ഹോമോസ്റ്റാറ്റിസ് ഓഫ് മൈക്രോ ഓർഗാനിസം. ഈ പ്രിസർവേറ്റീവ് ഫാക്ടേഴ്സോ അല്ലെങ്കിൽ ഹഡിൽസ് എന്ത് ചെയ്യുന്നുണ്ട്? മൈക്രോ ഓർഗാനിസത്തിൻ്റെ ഒരു ഹോമിയോസ്റ്റാറ്റിക്സിനെ എന്ത് ചെയ്യുന്നുണ്ട്? ഇൻഹിബിറ്റ് ചെയ്യുന്നുണ്ട്. ദെൻ മൈക്രോ ഓർഗാനിസം ഷുഡ് നോട്ട് ബി ഏബിൾ ടു ജമ്പ് ഓവർ ആൾ ദ ഹഡിൽസ് പ്രസൻറ്റ് ഇൻ ദ ഫുഡ് പ്രൊഡക്ട്സ്. ദെൻ മൈക്രോ ഓർഗാനിസം എന്ത് ചെയ്യുന്നില്ല? ജമ്പ് ഓവർ ചെയ്യുന്നില്ല. ദെൻ പ്രിസർവേറ്റീവ് ഫാക്ടർ പ്രിവെൻറ്റ് ദ മൈക്രോ ഓർഗാനിസം ഫ്രം മൾട്ടിപ്ലൈങ് ആൻഡ് കാസിങ് ദം ടു റിമെയിൻ ഇനാക്റ്റീവ് ഓർ ഈവൻ ഡൈ. അതായത് ഈ ഒരു പ്രിസർവേറ്റീവ് ഫാക്ടേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്? മൈക്രോ ഓർഗാനിസത്തിൽ നിന്ന് മൾട്ടിപ്ലൈ ചെയ്യുന്നതിനും അല്ലെങ്കിൽ അതിന് ഇനാക്റ്റീവായിട്ടിരിക്കുന്നതിനും അത് ഡൈ ആയി പോകുന്നതിനും എന്ത് ചെയ്യുന്നുണ്ട്? ഈ പ്രിസർവേറ്റീവ് ഫാക്ടർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദ ഹഡിൽ കൺസെപ്റ്റ് ഇല്ലുസ്ട്രേറ്റ് ദ കോംപ്ലക്സ് ഇൻട്രാക്ഷൻസ് ഓഫ് ടെമ്പറേച്ചർ, വാട്ടർ ആക്ടിവിറ്റി, pH എക്സെട്ര ആർ സിഗ്നിഫിക്കൻറ്റ് ടു ദെയർ മൈക്രോവേവ് സ്റ്റെബിലിറ്റി. അതായത് ഈ ഒരു ഹഡിൽ കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഒരു കോംപ്ലക്സ് ഇൻട്രാക്ഷനാണ്. അതിൻ്റെ ടെമ്പറേച്ചർ, വാട്ടർ ആക്ടിവിറ്റി, pH, ഓക്കെ, എന്താണ് മൈക്രോവേവ് സ്റ്റെബിലിറ്റിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സാണ്. അപ്പോൾ ഇതാണ് ഒരു ഹഡിൽ കൺസെപ്റ്റ് ഇലുസ്ട്രേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് മെയിനായിട്ട് എന്തൊക്കെയാണ് വരുന്നതെന്ന് നോക്കാം. പൊട്ടൻഷ്യൽ ഹഡിൽസ് ഇൻ ഫുഡ് പ്രിസർവേഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ ഹൈ ടെമ്പറേച്ചറാണ്. അതിൽ മെയിൻ മെത്തേഡ് പാസ്ചറൈസേഷൻ. ഇപ്പോൾ ഓൾറെഡി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിനൊക്കെ പറഞ്ഞു പോയ ഒരു ടെക്നിക്കാണിത്. It's a mild heat treatment. It's example 63 degrees Celsius for 30 minutes and 100 degrees Celsius for 12 seconds. അതായത് ഈ ടെമ്പറേച്ചർ ശ്രദ്ധിക്കുക. അതായത് 30 minutes ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് ടൈം കൂടുന്നതിനനുസരിച്ച് അവിടെ എന്ത് ചെയ്തു? ടെമ്പറേച്ചർ കുറഞ്ഞു. ഇപ്പോൾ അടുത്ത് 100 ഡിഗ്രി സെൽഷ്യസ് for 12 seconds. അപ്പോൾ 100 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ ആണെങ്കിൽ ടെമ്പറേച്ചർ അത്രയും കൂടുതലാണ്. അപ്പോഴത്തേക്ക് ഒരു 12 സെക്കൻഡൊക്കെ നമുക്ക് ടൈം കൊടുത്താൽ മതി. അപ്പോൾ ഇതാണ് മെയിനായിട്ടുള്ള പാസ്ചറൈസേഷൻ കണ്ടീഷൻ എന്ന് പറയുന്നത്. ഈസ് ഗീവ് ഹൈ പ്രൊഡക്റ്റ് ക്വാളിറ്റി. ഇത് ചെയ്യുന്നത് മൂലം നമുക്ക് എന്ത് കിട്ടുന്നു? നല്ലൊരു പ്രൊഡക്റ്റ് ക്വാളിറ്റി അവിടെ കിട്ടുന്നുണ്ട്. അതുമാത്രമല്ല ഈസ് ഡിസ്ട്രോയ് ദ വെജിറ്റേറ്റീവ് പാത്തോജൻസ്. ഈ ഒരു വെജിറ്റേറ്റീവ് പാത്തോജൻസൊക്കെ ഫുഡിലുള്ളത് നശിപ്പിച്ച് കളയുന്നു. ഇത് ഡിസീസ് കാസിങ് മൈക്രോബ്സ്, ഡിസീസൊക്കെ ഉണ്ടാക്കുന്ന മൈക്രോബ്സിനെ അവിടെ നശിപ്പിച്ച് കളയുന്നുണ്ട്. അതുപോലെ തന്നെ റെഡ്യൂസസ് ടോട്ടൽ മൈക്രോവേവ് ലോഡ് ആൻഡ് ഈസ് ഇൻക്രീസസ് ഷെൽഫ് ലൈഫ്. മൈക്രോവേവ് ലോഡിനെ അവിടെ കുറയ്ക്കുന്നുണ്ട്.
ഷെൽഫ് ലൈഫ് കൂടുന്നുണ്ട്. ഈസ് ഡസ് നോട്ട് ഡിസ്ട്രോയ് സ്പോർസ് ഈസ് എ ഡോമൻ്റ് സ്റ്റേജ് ഓഫ് സം ബാക്ടീരിയ. ഈസ് ഡസ് നോട്ട് ഡിസ്ട്രോയ് സ്പോർ, അതായത് ഇവിടെ സ്പോറൊക്കെ ഫുള്ളായിട്ട് പോകുന്നൊന്നും പറയുന്നില്ല. ഓക്കെ, ഒരു ഡോമൻ്റ് സ്റ്റേജ് ഓഫ് സം ബാക്ടീരിയ സംഭവമൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, അത് സ്പോറൊന്നും ഡിസ്ട്രോയ് ചെയ്ത് പോകുന്നില്ല. യൂഷ്വലി കമ്പയർഡ് വിത്ത് അതർ ഹഡൽസ്. ഓക്കെ, എക്സാമ്പിൾ റെഫ്രിജറേഷൻ. ഓക്കെ, ഇത് നമുക്കിത് റെഫ്രിജറേഷൻ മെത്തേഡൊക്കെ യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, ഒരു കോമ്പിനേഷനാണ് ഈ ഒരു ഹഡിൽ ടെക്നോളജി എന്ന് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് സ്റ്റെറിലൈസേഷൻ എന്ന് പറയുന്നത് കംപ്ലീറ്റ് ഡിസ്ട്രക്ഷൻ ഓഫ് മൈക്രോ ഓർഗാനിസം. അതായത് ഈ ഒരു ടേം ഓർക്കുക, അവിടെ ഫുള്ളായിട്ട് എന്നുള്ള മൈക്രോ ഓർഗാനിസം നശിച്ചു പോകുന്നുണ്ട്. പക്ഷെ പാസ്ചറൈസേഷൻ ആണെങ്കിലോ ഫുള്ളായിട്ട് നശിക്കുന്നുണ്ടോ? ഓക്കെ, നശിക്കുന്നുണ്ടെങ്കിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പറയുക. അപ്പോൾ സ്റ്റെറിലൈസേഷൻ നമുക്ക് ഓൾറെഡി അറിയാം, ഈസ് എ കംപ്ലീറ്റ് ഡിസ്ട്രക്ഷൻ ഓഫ് മൈക്രോ ഓർഗാനിസം. ഈസ് എ സിവിയർ ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് ഈസ് ഇക്വലൻറ്റ് ടു സെവറൽ മിനിറ്റ്സ് അറ്റ് 121.1 ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ നമ്മുടെ ഈ ഒരു കണ്ടീഷൻ നമുക്ക് അറിയാം എത്രയാണ് ഹീറ്റ് ട്രീറ്റ്മെൻറ്റിൽ കൊടുക്കുന്ന ടെമ്പറേച്ചറാണ് ഇവിടെ ഞാൻ മെൻഷൻ ചെയ്തത്. ദെൻ ഡിസ്ട്രോയ് സ്പോർ, അതായത് സ്പോർട്സ് ഒക്കെ അവിടെ ഡിസ്ട്രോയ് ആയി പോകുന്നുണ്ട്. അത് മാത്രമല്ല ഈസ് ഗീവ് ഷെൽഫ് സ്റ്റേബിൾ പ്രൊഡക്ട്സ്, നമുക്കൊരു ഷെൽഫ് സ്റ്റേബിൾ പ്രൊഡക്റ്റ് കിട്ടുന്നുമുണ്ട്. അപ്പോൾ നമുക്ക് ലോങ് ആയിട്ടൊക്കെ വച്ചിരിക്കാനൊക്കെ പറ്റും. ദെൻ സം ന്യൂട്രിയൻറ്റ് ആൻഡ് ക്വാളിറ്റി ഡിസ്ട്രക്ഷൻ, ഫ്ലേവർ ആൻഡ് ടെസ്റ്റർ. ആൻഡ് ചിലപ്പോൾ ക്വാളിറ്റി ഡിസ്ട്രക്ഷൻ, ഫ്ലേവർ ടെസ്റ്ററൊക്കെ ചേഞ്ച് ചെയ്യാൻ കാരണമാകുന്നുണ്ട്. ഓക്കെ, ഇതാണ് മെയിനായിട്ടുള്ള ടെക്നിക്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ബ്ലാഞ്ചിങ് എന്ന് പറയുന്നത് നമുക്ക് ഓൾറെഡി ഞാൻ പ്രീവിയസ് ക്ലാസ് നിങ്ങൾ കണ്ടവർക്കറിയാം. ബ്ലാഞ്ചിങ് ഞാൻ പറഞ്ഞു പോയ ഒരു കാര്യമാണ്. ബ്ലാഞ്ചിങ് ഈസ് എ കൈൻഡ് ഓഫ് പാസ്ചറൈസേഷൻ ഈസ് ജനറലി അപ്ലൈഡ് ടു ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്. ഇതൊരു പാസ്ചറൈസേഷൻ മെത്തേഡ്, കൈൻഡ് ഓഫ് പാസ്ചറൈസേഷൻ മെത്തേഡാണെന്ന് പറയാം. ബട്ട് ഈസ് അപ്ലൈഡ് ടു ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസിലാണ് നമ്മൾ മെയിനായിട്ട് ഈ ഒരു ബ്ലാഞ്ചിങ് ടെക്നിക്ക് യൂസ് ചെയ്യുന്നത്. ഈസ് പ്രൈമലി അപ്ലൈഡ് ടു ഇനാക്ടിവേറ്റ് നാച്ചുറൽ എൻസൈംസ്. അതായത് ഈ ഒരു ഫുഡ് പ്രൊഡക്ട്സിൽ, അതായത് ഈ ഒരു ഫ്രൂട്ട്സ്, വെജിറ്റബിൾ, ഇതിലുള്ള നാച്ചുറൽ എൻസൈംസിനെ ഇനാക്ടിവേറ്റ് ചെയ്യാനാണ് നമ്മൾ ബ്ലാഞ്ചിങ് ചെയ്യുന്നത്. ഈസ് എ കോമൺലി പ്രാക്ടീസ്ഡ് വെൻ ഫുഡ് ഈസ് ടു ബി ഫ്രോസൺ. അതായത് ഇത് കോമൺലി പ്രാക്ടീസ് ചെയ്യുന്നത് ഫുഡ് ഈസ് ടു ബി ഫ്രോസൺ കണ്ടീഷന് കൊടുക്കുന്നതിന് മുമ്പായിരിക്കും നമ്മളിത് ഈ ഒരു ബ്ലാഞ്ചിങ് എന്ന് പറയുന്ന ഒരു ടെക്നിക്ക് അവിടെ യൂസ് ചെയ്യുന്നത്. ദെൻ ഡിപ്പെൻഡിങ് ഓൺ ഈ സിവിയറിറ്റി ആൻഡ് ഈസ് ആൾസോ ഡിസ്ട്രോയ് മൈക്രോ ഓർഗാനിസം. അതായത് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ മൈക്രോ ഓർഗാനിസത്തിനെ ഡിസ്ട്രോയ് ചെയ്തും കളയുന്നുണ്ട്. ദെൻ അടുത്ത് എഫക്റ്റ് ഓഫ് ഹീറ്റ് ഓൺ എറോബിക് ആൻഡ് അനറോബിക് മീസോഫൈലിക് ബാക്ടീരിയ, ഈസ്റ്റ് ആൻഡ് മോൾഡ്. ഇങ്ങനെയാണ് ഹീറ്റ് ഇവയൊക്കെ നശിപ്പിച്ച് കളയുന്നത് നമുക്ക് നോക്കാം. Vegetative cells as well as viruses are destroyed at temperature 60 degrees Celsius to 80 degrees Celsius. അപ്പോൾ ഒരു 60 to 80 ഡിഗ്രി സെൽഷ്യസിൽ വെജിറ്റേറ്റീവ് സെൽസ് നശിച്ചു പോകുന്നുണ്ട്, വൈറസൊക്കെ തന്നെ നശിച്ചു പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഹൈ ടെമ്പറേച്ചർ മേ ബി നീഡഡ് ഫോർ കില്ലിംഗ് ഓഫ് തെർമോഫിലിക് മൈക്രോ ഓർഗാനിസം. നമുക്കറിയാം തെർമോഫിലിക് മൈക്രോ ഓർഗാനിസം എന്താണെന്നല്ലേ. തെർമോഫിലിക് മൈക്രോ ഓർഗാനിസം എന്ന് പറയുമ്പോൾ ഭയങ്കര ഹൈ ടെമ്പറേച്ചറിൽ ജീവിക്കുന്നവയാണ് തെർമോഫിലിക് മൈക്രോ ഓർഗാനിസംസ്. അപ്പോൾ ആ ഒരു ഓർഗാനിസത്തിനെ തന്നെ നശിക്കാനാണെങ്കിൽ അത്രയും ഹൈ ടെമ്പറേച്ചർ കൊടുത്താലേ അത് എന്ത് ചെയ്യത്തുള്ളൂ, ഡിസ്ട്രോയ് ആയി പോകത്തുള്ളൂ. Then next is vegetative cells are killed in 10 minutes at 100 degrees Celsius and many spores in 30 minutes at 100 degrees Celsius. ഈ വെജിറ്റേറ്റീവ് സെൽസ് ഒക്കെ കില്ലാകുന്നത് 10 മിനിറ്റ്സ് അറ്റ് 100 ഡിഗ്രി സെൽഷ്യസ്. ഒരു 10 മിനിറ്റ്സ് 100 ഡിഗ്രി സെൽഷ്യസ് കൊടുക്കുമ്പോഴത്തേക്ക് വെജിറ്റേറ്റീവ് സെൽസ് ഒക്കെ നശിച്ചു പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് സ്പോറൊക്കെ നശിക്കാനായിട്ട് എടുക്കുന്ന ടൈം നോക്കാം. 30 മിനിറ്റ്സ് അറ്റ് 100 ഡിഗ്രി സെൽഷ്യസ്, അതായത് ടെമ്പറേച്ചർ അത്രയും കുറച്ചുകൂടെ ടെമ്പറേച്ചർ സെയിം ആണ്, ബട്ട് ടൈം കൂടി. അപ്പോൾ സ്പോർ നശിക്കണമെങ്കിൽ എത്രയാണ് കൊടുക്കുന്നത്, 30 മിനിറ്റ്സ് അറ്റ് 100 ഡിഗ്രി സെൽഷ്യസ്. ഒരിക്കൽ കൂടെ പറയാം, അതായത് ഈ ഒരു ടെമ്പറേച്ചർ നിങ്ങൾ ശ്രദ്ധിക്കുക. അതായത് ഈ എത്ര റേഞ്ചിലാണ് വെജിറ്റേറ്റീവ് സെൽ നശിക്കുന്നത്, വൈറസ് നശിക്കുന്നതെന്നൊക്കെ ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കുക. അപ്പോൾ വെജിറ്റേറ്റീവ് സെൽസ് വൈറസ് നശിക്കുന്നത് 60 ഡിഗ്രി സെൽഷ്യസ് ടു 80 ഡിഗ്രി സെൽഷ്യസ്. സിമ്പിളായിട്ട് ഓർത്തിരിക്കുക, 60 to 80 ഡിഗ്രി സെൽഷ്യസ്. ഹൈ ടെമ്പറേച്ചർ നീഡഡ് ഫോർ കില്ലിങ്. അപ്പോൾ ഇത് നമുക്ക് ലോജിക്കായിട്ട് തിങ്ക് ചെയ്യുന്ന ഒരു കാര്യമാണ് അല്ലേ. തെർമോഫിലിക് മൈക്രോ ഓർഗാനിസം ഒക്കെ
നശിച്ചു പോകണമെങ്കിൽ എന്ത് ചെയ്യണം? അത്ര ഹൈ ടെമ്പറേച്ചർ വേണം. ജസ്റ്റ് വെജിറ്റേറ്റീവ് സെൽസ് ആണെങ്കിലോ നശിപ്പിക്കുന്നെങ്കിൽ ഒരു 10 മിനിറ്റ് മതി. 10 മിനിറ്റ് 100°C. സ്പോർ ആണെങ്കിലോ 30 മിനിറ്റ്സ് അറ്റ് 100°C. നെക്സ്റ്റ് പൊട്ടൻഷ്യൽ ഹാർഡ്സ് ഇൻ ഫുഡ് പ്രിസർവേഷൻ ലോ ടെമ്പറേച്ചർ. ലോ ടെമ്പറേച്ചർ മെത്തേഡ്സ് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, റെഫ്രിജറേഷൻ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഐഡിയലി 0°C to 4°C ഫോർ മോസ്റ്റ് ഫുഡിന് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 0°C to 4°C ആണ്. ഷോർട്ട് ടേം പ്രിസർവേഷൻ ഡേയ്സ് ടു വീക്സ്. ഹൈ പ്രൊഡക്ട്സ് ക്വാളിറ്റി, ഫ്രഷ് മിനിമലി പ്രോസസ്ഡ്, സൗത്ത് വൈഡ്. സ്ലോ ഡൗൺ മൈക്രോബിയൽ ഗ്രോത്ത്, റെസ്പിറേഷൻ, എൻസൈം ആൻഡ് കെമിക്കൽ റിയാക്ഷൻസ്. ഈ ഒരു മെയിനായിട്ട് ഈ നമുക്ക് ലോ ടെമ്പറേച്ചർ ഈ ഒരു ട്രീറ്റ്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അവിടുത്തെ റെസ്പിറേഷൻ റേറ്റ് കുറയ്ക്കുക, എൻസൈമിൻ്റെ ആക്ടിവിറ്റി കുറയ്ക്കുക, കെമിക്കൽ റിയാക്ഷൻ കുറയ്ക്കുക, മൈക്രോബിയൽ ഗ്രോത്ത്, അവിടുത്തെ മെറ്റബോളിസം റിട്ടാർഡ് ചെയ്യുന്നതാണ് മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത്. ദെൻ എന്നാലും ചില പാത്തോജൻസ് അവിടെ ചില വില്ലന്മാർ അവിടെ ഗ്രോ ചെയ്യും. അത് ഓൾറെഡി എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. കൊളസ്ട്രീഡിയം ബോട്ടിലിസം ഉണ്ടാക്കുന്ന ന്യൂറോ ടോക്സിനായിട്ടുള്ള ബോട്ടിലിൻ ടോക്സിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ ലിസ്റ്റീരിയ മോണോസൈറ്റോജീൻസ്, ഇങ്ങനെയുള്ള കുറച്ച് ഓർഗാനിസംസ് ഒക്കെ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഗ്രോ ചെയ്യുന്നുണ്ട്. ഫ്രീസിങ് എന്ന് പറയുന്നത് ജനറലി ആ ടെമ്പറേച്ചർ നോട്ട് ചെയ്യുക -18°C to -30°C. ഈസ് ക്വാളിറ്റി ഈസ് ഡിപ്പെൻഡ്സ് ഓൺ പ്രൊഡക്റ്റ് ടൈം ടെമ്പറേച്ചർ. ആ ഒരു ക്വാളിറ്റിയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് പ്രൊഡക്റ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പിന്നെ ടൈം, ടെമ്പറേച്ചർ, ഇതൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്ത് ഇരിക്കുന്നത്. ദെൻ ലോങ് ടേം പ്രിസർവേഷൻ നമുക്ക് കൊടുക്കാം. മന്ത്സ് ടു ഇയേഴ്സ് വരെ നമുക്ക് ഫ്രീസിങ് വെച്ചിട്ട് പ്രിസർവ് ചെയ്ത് വയ്ക്കാം. ദെൻ സ്റ്റോപ്സ് മൈക്രോബിയൽ ഗ്രോത്ത്, റെസ്പിറേഷൻ. ഈ മൈക്രോബിയൽ ഗ്രോത്ത്, റെസ്പിറേഷൻ ഒക്കെ തന്നെ ഇത് എന്ത് ചെയ്യുന്നുണ്ട്? സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ സ്ലോ ഡൗൺ കെമിക്കൽ റിയാക്ഷൻ, അതായത് കെമിക്കൽ റിയാക്ഷൻ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? സ്ലോ ഡൗൺ ചെയ്യുന്നുണ്ട്. മസ്റ്റ് ഹാവ് ഗുഡ് പാക്കേജിങ് ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇത്രയാണ് മെയിനായിട്ട് വരുന്ന ലോ പ്രിസർവേഷൻ മെത്തേഡ്സ് എന്ന് പറയുന്നത്. അടുത്തത് റിഡ്യൂസ്ഡ് വാട്ടർ ആക്ടിവിറ്റി. വാട്ടർ ആക്ടിവിറ്റി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് മൈക്രോബിയൽ ഗ്രോത്തിന്. അതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് AW ഇസ് ദ വാട്ടർ അവൈലബിലിറ്റി. വാട്ടർ ഈസ് റിക്വയർഡ് ഫോർ മൈക്രോബിയൽ ഗ്രോത്ത്, എൻസൈം ആൻഡ് കെമിക്കൽ റിയാക്ഷൻസിലൊക്കെ തന്നെ വാട്ടർ എടുക്കുന്നുണ്ട്. ദെൻ ഈ പാത്തോജനി, അതായത് ഓരോ ടൈപ്പ് ഓർഗാനിസത്തിനും എന്തുണ്ട്? വാട്ടർ ആക്ടിവിറ്റി ഓരോ റേഞ്ചിലായിരിക്കും കാണുന്നത്. സോ പാത്തോജനിക് മൈക്രോ ഓർഗാനിസംസ് ഈസ് കനോട്ട് ഗ്രോ അറ്റ് വാട്ടർ ആക്ടിവിറ്റി ലെസ് ദാൻ 0.86. ഈ ഒരു 0.86 താഴോട്ട് അവിടെ എന്ത് ചെയ്യുന്നില്ല? ഗ്രോ ചെയ്യുന്നില്ല. വാട്ടർ ആക്ടിവിറ്റി ആ റേഞ്ചിലാണോ ഉള്ളതെങ്കിൽ. ദെൻ ഈസ്റ്റേൺ മോൾഡ് കനോട്ട് ഗ്രോ അറ്റ് വാട്ടർ ആക്ടിവിറ്റി ലെസ് ദാൻ 0.62. അതായത് ഈസ്റ്റ് മോൾഡ് ഇങ്ങനെയുള്ള ഓർഗാനിസംസ് എന്ത് ചെയ്യുന്നില്ല? ഈ വാട്ടർ ആക്ടിവിറ്റി ലെസ് ദാൻ 0.62 ആണെങ്കിൽ ഗ്രോ ചെയ്യുന്നില്ല. ദെൻ ഫ്രീ വാട്ടർ ക്യാൻ ബി റിമൂവ്ഡ് ബൈ കോൺസെൻട്രേഷൻ, ഡീഹൈഡ്രേഷൻ, ഫ്രീസ് ഡ്രൈയിങ്. ഈ മെത്തേഡ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് ഫ്രീ വാട്ടറിനെ അവിടെ എന്ത് ചെയ്യാം? റിമൂവ് ചെയ്ത് കളയാം. ഇൻ ജനറൽ ലോവർ ദ വാട്ടർ ആക്ടിവിറ്റി ദ ലോങ്ങർ ദ ഷെൽഫ് ലൈഫ്. നമുക്കിത് ഒബ്വിയസ്ലി അറിയാൻ പറഞ്ഞു. അതായത് ഇത്ര റേഞ്ച് താഴെ പോയി കഴിഞ്ഞാൽ വാട്ടർ ആക്ടിവിറ്റി ഈ റേഞ്ചിന് താഴെ പോയി കഴിഞ്ഞാൽ ലെസ് ദാൻ ഈ ഒരു റേഞ്ച് പോയി കഴിഞ്ഞാൽ പാത്തോജനിക് മൈക്രോ ഓർഗാനിസം, അതായത് ഒരു 0.86 താഴോട്ട് പോയി കഴിഞ്ഞാൽ പാത്തോജനിക് മൈക്രോ ഓർഗാനിസം അവിടെ ഗ്രോ ചെയ്യുന്നില്ല. അതുപോലെ തന്നെ 0.62 താഴോട്ട് പോയി കഴിഞ്ഞാൽ ഈസ്റ്റോ മോൾഡോ ഒന്നും തന്നെ അവിടെ ഗ്രോ ചെയ്യുന്നില്ല. സോ അപ്പോൾ നമുക്ക് അവിടുത്തെ വാട്ടർ ആക്ടിവിറ്റി കുറച്ച് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? നമുക്ക് ഒരുപാട് ദിവസം ലോങ് ആയിട്ട് നമുക്ക് സ്റ്റോറേജ് ചെയ്ത് വയ്ക്കാൻ സാധിക്കുന്നു. സബ്സ്റ്റൻസസ് വാട്ടർ ആക്ടിവിറ്റി കുറയ്ക്കാനായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. മെയിനായിട്ട് വരുന്നത് ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, സൂക്രോസ്, സോഡിയം ക്ലോറൈഡ്, പൊട്ടാഷ്യം ക്ലോറൈഡ്. അപ്പോൾ ഇങ്ങനെയുള്ള കെമിക്കൽ സബ്സ്റ്റൻസ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? വാട്ടർ ആക്ടിവിറ്റി അവിടെ കുറച്ച് വയ്ക്കാം. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഇൻക്രീസ്ഡ് അസിഡിറ്റി ഈസ് ലോവർഡ് ദ pH. അതായത് ഇത്രയും സിമ്പിളായിട്ട് ഓർക്കുക. അതായത് അസിഡിറ്റി കൂടുന്നതിനനുസരിച്ച് pH കുറയുന്നു. ഈ അസിഡിറ്റി എന്ത് ചെയ്യുന്നു? ഇത്രയും കുറഞ്ഞിരിക്കുമ്പോൾ അവിടെ എന്ത് ചെയ്യില്ല? മൈക്രോ ഓർഗാനിസം അവിടെ വളരില്ല. ഇപ്പോൾ അസിഡിക് കണ്ടീഷനിലൊക്കെ മൈക്രോ ഓർഗാനിസം അവിടെ വളരില്ല. ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോൾ പിക്കിൾസ് ഒക്കെ ഇട്ട് വയ്ക്കാറുണ്ട്. അപ്പോൾ ഈ പിക്കിൾസിലൊക്കെ എന്താണ്? അത്രയും അസിഡിക് കണ്ടീഷനിലായിരിക്കും അത് ഇരിക്കുന്നത്. സോ അവിടെ എന്ത് ചെയ്യില്ല? മൈക്രോബിയൽ ഗ്രോത്ത് കുറവായിരിക്കും. ഫുഡ് ലോങ് ആയിട്ട് അത് ഇരിക്കുന്നുണ്ടല്ലേ. അപ്പോൾ ഇതാണ് ഒരു സിമ്പിൾ അതിൻ്റെ ഒരു പോയിന്റ് എന്ന് പറയുന്നത്. അസിഡിറ്റി സ്ലോപ്പ് ഡൗൺ ദ ഗ്രോത്ത് ഓഫ് സ്പോയിലേജ് ഓർഗാനിസംസ് ആൻഡ് പാത്തോജൻസ്.
ഈ അസിഡിറ്റി സ്ലോ ഡൗൺ ചെയ്യുന്നതിനനുസരിച്ച് സ്പോയിലേജ് ഓർഗാനിസത്തിൻ്റെയും പാത്തോജൻസിൻ്റെയൊക്കെ ഗ്രോത്തിനെ അവിടെ സ്ലോ ഡൗൺ ചെയ്യുന്നുണ്ട്. Then pathogen would not grow, spores would not germinate at pH is less than 4.5. അതായത് 4.5 താഴോട്ട് പോയാൽ അതുവരെ ആ ഒരു പി എച്ച് റേഞ്ച് എന്താ 4.5 താഴോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ സ്പോർട്സും ജെർമിനേറ്റ് ആവുന്നില്ല, മൈക്രോ ഓർഗാനിസം അല്ലെങ്കിൽ പാത്തോജൻസ് അവിടെ ജെർമിനേറ്റും ആകുന്നില്ല. ഫോർ എക്സാമ്പിൾ നമുക്ക് കുറച്ച് ഫുഡ് പ്രൊഡക്ട്സ് നോക്കാം. ഫ്രൂട്ട് ജ്യൂസസ്, സോസ് ഫ്രൂട്ട്, ഇങ്ങനെയുള്ള ഫുഡ് ഐറ്റംസ് ഒക്കെ നമുക്ക് എക്സാമ്പിളായിട്ട് പറയാം. ദെൻ എബോ പി എച്ച് 4.5 നമ്മൾ പ്രിസർവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഫുഡ് പി എച്ച് 4.5 മുകളിലാണെങ്കിൽ അത് കുറച്ചുകൂടെ ആൽക്കലൈൻ പി എച്ച് അല്ലെങ്കിൽ ന്യൂട്രലിൽ നിന്ന് ആൽക്കലൈൻ പി എച്ചിലോട്ട് പോകുന്ന ഒരു ഇതാണ് അല്ലേ 4.5 ഈസ് എ മസ്റ്റ് സ്റ്റെറിലൈസ് ഫോർ ഷെൽഫ്ലെസ് സ്റ്റെബിലിറ്റി. അപ്പോൾ ആ ഒരു കണ്ടീഷൻ ആണെങ്കിൽ ഷെൽഫ് സ്റ്റെബിലിറ്റിക്കായിട്ട് എന്ത് ചെയ്യണം? സ്റ്റെറിലൈസ് ചെയ്യണം. ദെൻ പി എച്ച് ബിലോ പി എച്ച് 4.5 താഴെയാണെങ്കിൽ പാസ്ചറൈസേഷൻ ചെയ്താൽ മതിയാകും. ദെൻ റെക്കമെൻഡഡ് സബ്സ്റ്റൻസ് ടു റെഡ്യൂസ് പി എച്ച്. നമുക്ക് കുറച്ച് സബ്സ്റ്റൻസ് ഒക്കെ യൂസ് ചെയ്തിട്ട് പി എച്ച് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ഇതൊക്കെ ഫുഡ് ഐറ്റംസിൽ ഒഴിച്ച് കഴിഞ്ഞാൽ പി എച്ച് ഇത്ര റേഞ്ചിൽ കുറച്ചൊക്കെ നമുക്ക് വയ്ക്കാൻ പറ്റും. ഓർഗാനിക് ആസിഡ്സ് നോക്കാം. സിട്രിക് ആസിഡ്, മാലിക് ആസിഡ്, ടാറ്റാറിക് ആസിഡ്, ബെൻസോയിക് ആസിഡ്, ലാക്റ്റിക് ആസിഡ്, പ്രൊപ്പയോണിക് ആസിഡ്. ദെൻ ഇനോർഗാനിക് ആസിഡ്, ഫെർമെൻറ്റേഷൻ ബൈ പ്രൊഡക്ട്സ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? അസിഡിറ്റി കുറച്ചവിടെ വയ്ക്കുന്നുണ്ട്. ഓക്സിജൻ കൺട്രോൾ ചെയ്യുന്നത് മുഖേനയും നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? മൈക്രോ ഓർഗാനിസത്തിൻ്റെ ഗ്രോത്തിനെ ഇൻഹിബിറ്റ് ചെയ്യാൻ പറ്റും. ലോ ഓക്സിജൻ ഇൻഹിബിറ്റ് ഗ്രോത്ത് ഓഫ് മെനി സ്പോയിലേജ് ഓർഗാനിസംസ്. ഫോർ എക്സാമ്പിൾ അനറോബിക് കണ്ടീഷൻസ് ഈസ് റിക്വയർഡ് ബൈ സം പാത്തോജൻസ്. അതായത് ഇപ്പോൾ അനറോബിക് കണ്ടീഷനൊക്കെ പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ചില ഓർഗാനിസംസ് എന്ത് ചെയ്യുന്നുണ്ട്? നമുക്ക് ഗ്രോത്തിനെ എന്ത് ചെയ്യാൻ പറ്റും? ഇൻഹിബിറ്റ് ചെയ്യാൻ പറ്റും. ഓക്സിജൻ ഇല്ല, സോ അനറോബിക് കണ്ടീഷൻ അവിടെ ക്രിയേറ്റ് ചെയ്യുന്നു. പക്ഷേ അവിടെ എന്ത് ചെയ്യുന്നില്ല? ഗ്രോത്ത് നടക്കുന്നില്ല. പക്ഷേ ചില ഓർഗാനിസംസ് അതും ഓവർകം ചെയ്ത് വളരുന്നുണ്ട്. അതിന് എക്സാമ്പിളാണ് കൊൾസ്ട്രീഡിയം ബോട്ടിനം. കൊൾസ്ട്രീഡിയം ബോട്ടിലിനം എന്ന് പറയുന്നത് അനേറോബിക് കണ്ടീഷനിൽ വളരുന്ന ഒരു പാത്തോജനാണ്. ഓക്കെ, അപ്പോൾ ഇത്ര ഓർക്കുക. ലോ ഓക്സിജൻ ഇൻഹിബിറ്റഡ് ഗ്രോത്ത് ഓഫ് മെനി സ്പോയിലേജ് ഓർഗാനിസം. ബട്ട് അനറോബിക് കണ്ടീഷൻ നമുക്കവിടെ ഇങ്ങനെ കൊടുത്താലും പക്ഷെ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ചില ഓർഗാനിസം വളരുന്നുണ്ട്. ദെൻ പ്രിസർവേറ്റീവ്സ് നമുക്ക് യൂസ് ചെയ്യുന്നത് നോക്കാം. ഇൻഹിബിറ്റ് ബാക്ടീരിയ, ഈസ്റ്റ് ആൻഡ് മോൾഡ് ഈസ് യൂസ്ഡ് അറ്റ് ലോ ലെവൽ. ഒരു മില്ലിഗ്രാമോ കിലോഗ്രാം ഫോർ സ്പെസിഫിക് ആപ്ലിക്കേഷൻ ആയിരിക്കും നമ്മളത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഏതൊക്കെ പ്രിസർവേറ്റീവ്സ് ആണ് നോക്കാം. ബെൻസോയേറ്റ്, സോഫ്റ്റ് ഡ്രിങ്ക്സിലൊക്കെ ആണെങ്കിൽ ബെൻസോയേറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. പ്രൊപ്പിനേറ്റ്, ബേക്ക്ഡ് ഗുഡ്സ് ഒക്കെ പ്രൊപ്പിനേറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. ബ്രെഡൊക്കെ ആണെങ്കിൽ പ്രൊപ്പിനേറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. ദെൻ നൈട്രേറ്റ്സ്, മീറ്റിന് നൈട്രേറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. വൈനിന് സൾഫേറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. അസ്കോബേറ്റിന് ജ്യൂസസ് അസ്കോബേറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് സോഫ്റ്റ് ഡ്രിങ്ക്സിന് ബെൻസോയേറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. ബേക്ക്ഡ് ഗുഡ്സിന് പ്രൊപ്പിനേറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. മീറ്റ് പ്രൊഡക്ട്സിനൊക്കെ നൈട്രേറ്റ്സ് ആണ് യൂസ് ചെയ്യുന്നത്. വൈനിന് സൾഫേറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. ജ്യൂസ് പ്രൊഡക്ട്സിന് അസ്കോർബേറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. ഒരു മില്ലിഗ്രാം അല്ലെങ്കിൽ കിലോഗ്രാം റേഞ്ചിലായിരിക്കും നമുക്കൊരു ഈ പ്രിസർവേറ്റീവ് അപ്ലൈ ചെയ്യുന്നത്. ദെൻ റെക്കമെൻഡഡ് കെമിക്കൽ പ്രിസർവേറ്റീവ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഈ സൾഫർ ഡയോക്സൈഡ് ആൻഡ് സൾഫേറ്റ്സ് യൂസ് ചെയ്യാം. നൈട്രേറ്റ്സ് ആൻഡ് നൈട്രേറ്റ്സ് ഉണ്ട്. ദെൻ സോർബേറ്റ്സ് ഉണ്ട്, പ്രൊപ്പിനേറ്റ്സ് ഉണ്ട്, സോഡിയം ബെൻസോയേറ്റ് ഒക്കെ റെക്കമെൻഡ് ചെയ്യുന്ന കെമിക്കൽ പ്രിസർവേറ്റീവ്സ് ആണ്. നെക്സ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് കോമ്പറ്റേറ്റീവ് മൈക്രോ ഓർഗാനിസംസ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ബാഡ് ബാക്ടീരിയാസിനെ നശിപ്പിച്ച് കളയുന്നുണ്ട്. ബാഡ് പാത്തോജൻസ്, സ്പോയിലേഴ്സിനെയൊക്കെ നശിപ്പിച്ച് കളയുന്നുണ്ട്. ഓക്കെ, ഇതാണ് ഗുഡ് ബാക്ടീരിയ ഇൻഹിബിറ്റ് ബാഡ് സ്പോയിലേഴ്സ് ആൻഡ് പാത്തോജൻസ്. അതായത് ഗുഡ് ബാക്ടീരിയ ബാഡ് ആയിട്ടുള്ള സ്പോയിലേഴ്സിനെയും പാത്തോജനെയൊക്കെ ഇൻഹിബിറ്റ് ചെയ്യുന്നുണ്ട്. ദെൻ ദിസ് മേ ആക്ട് ബൈസ് ക്രൗഡിങ് ഔട്ട് ആൻഡ് ദിസ് ഈസ് പ്രൊഡ്യൂസിങ് ആസിഡ്. ആൻഡ് ഇത് എങ്ങനെയാണ് അത് ഇൻഹിബിറ്റ് ചെയ്യുന്നത്? ക്രൗഡിങ് ഔട്ട്. അത് നമ്മൾ അറിയാം അല്ലേ? അതായത് ചില കോമ്പൗണ്ട്സ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ചില പാത്തോജൻസിനെ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഇൻഹിബിറ്റ് ചെയ്യുന്നുണ്ട്. നമുക്കൊരു സോണൊക്കെ കിട്ടാറുണ്ട് അല്ലേ? അതാണ് ക്രൗഡിങ് ടെക്നിക്കൊക്കെ നമ്മൾ അറിയാം. ദെൻ പ്രൊഡ്യൂസിങ് ആസിഡ് അവിടെ പ്രൊഡ്യൂസിങ് ആസിഡ്, ചില ആസിഡ്സ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്തിട്ട് ഇൻഹിബിറ്റ് ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ ചില ഓർഗാനിസം വന്നിട്ട് ആൻറ്റിബയോട്ടിക്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഈ ആൻറ്റിബയോട്ടിക്സിന് നമുക്ക് ബാക്ടീരിയോസിൻസ് എന്നൊക്കെ പറയാം.
അപ്പോൾ ഈ ഒരു ബാക്ടീരിയോസിൻസ് വേറെ ഓർഗാനിസം അല്ലെങ്കിൽ പാത്തോജനിക് ആയിട്ടുള്ള ഹാംഫുൾ ഓർഗാനിസത്തിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയ സോസർക്രോട്ട്. ഈ ഒരു ഫുഡ് പ്രൊഡക്ട്സിന് എന്ത് ചെയ്യുന്നുണ്ട്, ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയ ഉള്ളത് മുഖേന എന്ത് ചെയ്യുന്നുണ്ട്, ഈ ബാക്ടീരിയോസിനൊക്കെ പ്രൊഡ്യൂസ് ചെയ്തിട്ട് അവിടെ എന്ത് ചെയ്യുന്നത്, പ്രിസർവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് മെയിനായിട്ടുള്ള കുറേ ടെക്നിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് അതിൻ്റെ സിഗ്നിഫിക്കൻസ് നോക്കാം. സിഗ്നിഫിക്കൻസ് ഓഫ് ഹഡിൽ ടെക്നോളജി: ഇംപ്രൂവ് പ്രൊഡക്റ്റ് ക്വാളിറ്റി ആൻഡ് മൈക്രോബിയൽ സേഫ്റ്റി. പ്രൊഡക്റ്റ് ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്, അതുപോലെ മൈക്രോബിയൽ സേഫ്റ്റി വരുത്തുന്നുണ്ട്. ദെൻ സേവ് മണി, എനർജി, സെവറൽ അതർ റിസോഴ്സസ്. മണി, എനർജി, സെവറൽ അതർ റിസോഴ്സിനെയൊക്കെ അത് സേവ് ചെയ്യുന്നുണ്ട് ഈ ഒരു ടെക്നോളജി മുഖേന. ദെൻ ഫുഡ് റിമെയിൻ സ്റ്റേബിൾ, സേഫ്, ഹൈ in sensory and nutritive value due to the gentle process applied. ന്യൂട്രിറ്റീവ് വാല്യൂ ഹൈ ആയിരിക്കും, നമ്മളൊരു ജെൻറ്റിൽ പ്രോസസ്സല്ലേ ഇവിടെ കൊടുക്കുന്നത്, സോ അതിൻ്റെ ന്യൂട്രിറ്റീവ് വാല്യൂ ഹൈ ആയിരിക്കും. പിന്നെ ഫുഡ് റിമെയിൻ സ്റ്റേബിൾ, സേഫ് ഒക്കെ ആയിരിക്കും. ദെൻ ഡസ് നോട്ട് അഫക്റ്റ് ദ ഇൻറ്റഗ്രിറ്റി ഓഫ് ഫുഡ് പീസസ്. ആ ഒരു ഇൻറ്റഗ്രിറ്റി, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടല്ലോ, ഈ ഫ്രൂട്ട്സിൻ്റെയൊക്കെ ഇൻറ്റഗ്രിറ്റി എന്ത് ചെയ്യുന്നില്ല, നശിച്ചു പോകുന്നില്ല. ദെൻ ഇസ് ആപ്ലിക്കബിൾ ഇൻ ബോത്ത് ലാർജ് ആൻഡ് സ്മോൾ ഇൻഡസ്ട്രീസ്. നമുക്കിത് രണ്ട് ലാർജ് ഇൻഡസ്ട്രീസിൽ യൂസ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ സ്മോൾ ഇൻഡസ്ട്രീസിലുള്ള ഫുഡ് പ്രൊഡക്ഷന് യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ മാനുഫാക്ചർ ഓഫ് ന്യൂ പ്രൊഡക്ട്സ് അക്കോർഡിംഗ് ടു ദ നീഡ് ഓഫ് പ്രോസസ്സേഴ്സ് ആൻഡ് കൺസ്യൂമേഴ്സ്. അപ്പോൾ ഈ ഒരു ടെക്നിക്ക് മുഖേന നീഡ്, അതായത് ന്യൂ പ്രൊഡക്ട്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, മാനുഫാക്ചേഴ്സ് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്. അത് അക്കോർഡിംഗ് ടു ദ കൺസ്യൂംസ് അല്ലെങ്കിൽ പ്രോസസ്സിൻ്റെ നീഡ് അനുസരിച്ചിട്ടായിരിക്കും നമുക്ക് മാനുഫാക്ചർ ചെയ്ത് ന്യൂ പ്രൊഡക്ട്സ് അവിടെ കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ട്. ഇത്രയാണ് സിഗ്നിഫിക്കൻസ് ഓഫ് ഹഡിൽ ടെക്നോളജി എന്ന് പറയുന്നത്. ഇതൊരു സിമ്പിൾ ടെക്നിക്കാണ്, നമ്മൾ ഓൾറെഡി പറഞ്ഞു പോയ കുറേ കാര്യങ്ങൾ തന്നെയാണ് വീണ്ടും ഇവിടെ പറഞ്ഞത്. അപ്പോൾ ഇത്രയും ഓർത്തിരിക്കുക, ഇറ്റ്സ് എ കമ്പൈൻ ടെക്നിക്കാണ്. അപ്പോൾ ഈ ഒരു കോമ്പിനേഷൻ മുഖേന നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മൈക്രോബിയൽ അത്രയും സേഫ് ആയിരിക്കും, ഫുഡ് പ്രൊഡക്ട്സ് എന്തായിരിക്കും അത്രയും സേഫ്, സ്റ്റേബിൾ ആയിരിക്കും. സോ ഈ ഒരു ടെക്നിക്ക് മുഖേന അത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പൈൻഡ് ടെക്നിക്ക് എന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ കഴിയുകയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അപ്പോൾ ഈ ഒരു എക്സാമിന് പ്രിപ്പറേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും നിങ്ങളിത് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നെക്സ്റ്റ് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലോ എന്തെങ്കിലും ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിലോ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ പറയാം. ദെൻ നിങ്ങൾക്ക് അടുത്ത ഏത് ടോപ്പിക്കാണ് വേണമെന്നുള്ളത് നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ പറയാം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ മീൻസ് ക്ലാസ്സുമായി കാണുന്നത് വരെ ബൈ.